ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നൊരു എയർലി ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചിയിൽ ഊബർ ഓടിക്കഴിഞ്ഞാൽ ഒരു ദിവസം എന്ത് നമുക്ക് ഏണിങ്സ് കിട്ടും എന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചോദിക്കും നമ്മുടെ ആശാൻ എവിടെ. ആശാൻ കുറച്ച് തിരക്കിലാണ് ഗൈസ്. ആളിവിടെ ഇപ്പോൾ സ്ഥലത്തില്ല, എവിടെയോ പോയേക്കുവാണ് അത്യാവശ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആളിപ്പോൾ സ്ഥലത്തില്ല. അപ്പോൾ നമ്മളായിരിക്കും ഇന്നത്തെ ത്രൂ ഔട്ട് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വേണമെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഊബർ ഓടിച്ചിട്ട് എന്താണ് നമുക്ക് ഒരു ദിവസത്തെ ഫുൾ വരുമാനം എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഇപ്പോൾ സമയം ഇപ്പോൾ കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഏകദേശം കാണിച്ചു തരാം. 5:15 ഇതുണ്ട്, 5:15 ഗൈസ്. അപ്പോൾ നമ്മൾ 5:15 രാവിലെ ഇറങ്ങിയിട്ട് ത്രൂ ഔട്ട് നമുക്ക് ഇന്ന് രാത്രി വരെയുള്ള എത്രയാണ് നമ്മുടെ ഫുൾ ഡേ ഏണിങ്സ്, എങ്ങനെയാണ് നമുക്ക് ഊബറും പിന്നെ നമ്മുടെ ടാക്സി ഇതായ പ്ലാറ്റ്ഫോംസായ റാപ്പിഡോ അതിലൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ വരെ നമുക്ക് ഏണിങ്സ് കിട്ടും മാക്സിമം ഇത്രയും നേരത്തെ എണീറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് കാണാം. നമ്മൾ നമ്മുടെ ഊബർ ആപ്പ് അവിടെ ഓൺലൈൻ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഊബർ ആപ്പിൽ ഓൺലൈൻ ആയിട്ടുണ്ട്. നമ്മളതേപോലെ തന്നെ നമ്മൾ നേരെ റാപ്പിഡ് കൊടുക്കുക. ആഹാ, അടിപൊളി. എടുത്തപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റൈഡാണ്, കൺഫേം കൊടുക്കാൻ പോവാണ്. അപ്പം നേപ്പള്ളിയിൽ നിന്നാണ് പിക്കപ്പ്, നമ്മുടെ ചുള്ളിക്കൽ. നമുക്ക് നോക്കാം ഗൈസ്. ഈ റൈഡ് എൻ്റെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ കൊച്ചിയിലെ ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥയാണ് ഇതിനകത്തൂടെ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ 166 രൂപയാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മുടെ പേയ്മെൻറ്റ് കാണിച്ചേക്കുന്നത്. ശരിക്കും കസ്റ്റമർ പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് ഞാൻ ഈ റൈഡ് എൻ്റെ ആകുമ്പോൾ കാണിച്ചു തരാം. നമ്മളെന്തായാലും റാപ്പിഡോയും കൂടെ ഓണാക്കി വെക്കുന്നുണ്ട്. ഞാൻ മേടിച്ചാലും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഓടാനുള്ള CNG കാര്യങ്ങളൊക്കെ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഫുൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടില്ല, നമ്മുടെ പേയ്മെൻ്റ് ആണ്. നമുക്ക് എമൗണ്ട് എത്രയായിരുന്നു? 166 കാണിച്ചത്. അപ്പോൾ ഇത് ഊബറിൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഊബർ ഓടുന്ന ഡ്രൈവർ ചേട്ടന്മാർ കേരളത്തിൽ എല്ലാവരും, ഊബർ ഓടുന്ന എല്ലാവരും, ഊബർ മാത്രമല്ല ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കാരണം ഒരു ഇത്ര % ഓഫ് എമൗണ്ട് നമ്മൾ ഊബറിന് കമ്മീഷനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അത് ഓരോ റൈഡിലും വ്യത്യാസം ഉണ്ടാകും. ചില ടാക്സി ചേട്ടന്മാരോടുള്ള ഒരു ഊബർ ഡ്രൈവർമാരോടുള്ള ആ ഒരു പെരുമാറ്റം കാണുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതാണ് സാധാരണ ഡ്രൈവർമാരുടെ അവസ്ഥ. കാരണം നമുക്കിത് ഓടിക്കഴിഞ്ഞാലും, ഇതിപ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും ഇത് ഓടിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര എമൗണ്ടൊന്നും കിട്ടത്തൊന്നുമില്ല. ഇതേപോലെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിനൊക്കെയാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. കാരണം നിങ്ങൾ ഡ്രൈവർ ചേട്ടന്മാർ ഒരിക്കലും ഈ ഒരു ചെറിയ എമൗണ്ടിന് ഇങ്ങനെ ക്യാബും കാര്യങ്ങളൊന്നും ഒരിക്കലും ഓടാൻ ശ്രമിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കത് മുതലാവില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഉപജീവനമാർഗം എന്നൊരു രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അത്രയും ഒരു ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും ത്രൂ ഔട്ട് നമുക്ക് ഇത്രയും ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഓടിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരു 1, 2, 3 ട്രിപ്പ് എടുക്കുന്നതിൻ്റെ അതിൻ്റെ പൈസ പോലും നമുക്ക് കിട്ടുന്നില്ല ആക്ച്വലി. അപ്പോൾ മറ്റുള്ള ഡ്രൈവർമാരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോഴും അവരോടുള്ള ആ ഒരു സഹകരണം ഇല്ലാത്ത പെരുമാറ്റം കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് എന്താ പറയുക, നമ്മൾ യൂബർ ഓടിക്കുന്നവരുടെ ഫാമിലീസും അവരൊക്കെ ഒരു കാണാൻ വേണ്ടിയിട്ട് മെയിൻലി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ജോലിയല്ലേ, എന്തിനാണ് ഈ ജോലിക്ക് എന്താണ് ഇത്ര കഷ്ടപ്പാട്, ഇത് കഷ്ടപ്പാടെന്ന് പറയുന്ന ജോലിയുണ്ട്. AC കാറ് അവന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോരെ, എന്തിനാണ് അവന് ഇത്ര ബുദ്ധിമുട്ട് കഷ്ടപ്പാട്, അവന് AC കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ തന്നെ അവന് പൈസ കിട്ടൂലേ, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു വീഡിയോ ആണ് എങ്ങനെയാണ് നമുക്ക് ഇത് ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ എന്താണ് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടെന്നല്ല,
എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. സോ എന്താണ് ഈ ഒരു മേഖലയിൽ എല്ലാവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, എങ്ങനെയാണ് അവരുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് ഇത്. വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് ഇന്ന് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ല നാളെ കിട്ടുന്നത്, നാളെ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ല മറ്റന്നാൾ കിട്ടുന്നത്. സോ അതെല്ലാം ഡിപ്പെൻസ് ആണ്. കാരണം ഊബർ, അതേപോലെ തന്നെ റാപ്പിഡോ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം എല്ലാ ദിവസവും നമുക്ക് ഒരേ രീതിയിലുള്ള ട്രിപ്പ് ആയിരിക്കില്ലല്ലോ കിട്ടുന്നത്. കാരണം ഓരോ നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിനനുസരിച്ചിരിക്കും. സോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീക്കുന്ന ടൈം, ഇറങ്ങുന്ന സമയം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര രൂപ നമുക്ക് പെർ ഡേ ഏണിങ്സ് കിട്ടും എന്നുള്ളതിൻ്റെ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 5:15 ഇറങ്ങിയത്. സാധാരണ ഒരു 4 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. ചില ദിവസങ്ങൾ അത് വൈകാം, 5:30 ആവാം, 6 ആവാം, ചില ദിവസം 7 ആവാം. ചിലപ്പോൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഒരു 10 മണി 11 മണിക്കൊക്കെ ആയിരിക്കാം പോകുന്നത്. എല്ലാം ഡിപ്പെൻസ് ആണ്. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഓണാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓടാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ കറളി നിൽക്കുന്നത്. നമുക്ക് ചുള്ളിക്കലിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് റൈഡ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചേക്കുന്നത് സൗത്തിൽ നിന്ന് നമ്മുടെ റാപ്പിഡോയിലാണ് അടുത്തത് അടിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 258 രൂപ പ്ലസ് 150 രൂപ നമുക്ക് റാപ്പിഡോയുടെ വാളറ്റിലോട്ടും ക്രെഡിറ്റ് ആവുന്നുണ്ട്. സോ അപ്പോൾ ഏകദേശം ഒരു 400 രൂപ അടുത്ത് കിട്ടി. 408 രൂപ അടുത്ത് കിട്ടി നമുക്ക് ഈ ഒരു ട്രിപ്പിൽ. കൊള്ളാം, എനിക്കിഷ്ടമായി. സോ അപ്പോൾ നേരമൊക്കെ വെട്ടമിട്ട് വരുന്നേ ഉള്ളൂ. സൂര്യൻ ചേട്ടന് എണീറ്റിട്ടില്ല. മണി ഏകദേശം 6:30 ആയിട്ടുള്ളൂ. വടി ഇന്ന് ലേറ്റാണ് തോന്നുന്നു. 6:45 ആകും വരും എന്തായാലും. അപ്പോൾ എണ്ണം വന്നിട്ടില്ല. എണ്ണം വന്നു കഴിഞ്ഞാൽ സീനാണ്. ക്രിസ്ത്യാനിനൊരു സ്ലാപ്പ് ചെയ്ത് കളയും വെച്ചാൽ. അപ്പോൾ നമുക്കിനി അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ സമയം ഇപ്പോൾ 10:45 ആയിട്ടുണ്ട് അല്ലേ? 10:45. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ നൈസായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഇപ്പോൾ നോർമലി എല്ലാവരും ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഓട്ടോ ഒക്കെ ഭയങ്കര കുറവുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കാനാണ് നോക്കുക. കാരണം ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഓടിയിട്ടും കാര്യമില്ല. നമുക്ക് ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ 10:45 ഇപ്പം ഏകദേശം ഊബറിൻ്റെ അകത്ത് 1100 രൂപയ്ക്കാണ് ഓടിയത്. ഇനി റാപ്പിഡോ കാണിച്ചു തരാം. ഊബറിനകത്ത് 1100 റാപ്പിഡോനകത്ത് ഏകദേശം ഉണ്ടല്ലേ 408. അപ്പോൾ റാപ്പിഡോയിൽ ഒരു അടിയേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 1500 രൂപയുടെ ഓട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇത്രയും നേരം കൊണ്ടിട്ട്. 5:15 ഇറങ്ങിയാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയൊന്ന് റെസ്റ്റ് എടുത്തു. മണിയിപ്പോൾ അല്ലേ 3 മണിയാവാറായി. ഇനിയിപ്പോൾ 3 മണി തൊട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് രാത്രിയിൽ നമ്മുടെ ഓട്ടവും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. നമ്മൾ രണ്ടാമത് CNG അടിക്കാനായിട്ട് വന്നേക്കാണ്. എത്ര ആവും നോക്കാം. മച്ചന്മാരെ, ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പ് എടുത്തേ. രസമുള്ള പരിപാടി കാണിച്ചു തരാം. ഊബർ ഓടുന്നതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ട്രിപ്പ് 520 ഈ ട്രിപ്പ്. ശരിക്കും കസ്റ്റമറിന് കാണിച്ച എമൗണ്ട്, എനിക്ക് കിട്ടിയ എമൗണ്ടാണ് ഈ കാണുന്നത് 345 രൂപ. ഇതിനകത്ത് ടാക്സ് കാണിച്ചു തരാൻ കിട്ടും 174 രൂപ ഊബറിൻ്റെ കമ്മീഷൻ. അപ്പോൾ ഇതാണ് പറയുന്നത് നമുക്ക് ഊബർ ഓടിയാലുള്ള ഇതിപ്പോൾ എല്ലാ ഡ്രൈവർമാരുടെയും ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം കസ്റ്റമറുടെ നിന്ന് മേടിക്കുന്ന എമൗണ്ട് വേറെ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് വേറെ. കാരണം നമ്മൾ ഇത്രയും കണ്ടില്ല. ടോട്ടൽ 23 കിലോമീറ്റർ ആയിരുന്നു ഡിസ്റ്റൻസ്. ഈ 23 കിലോമീറ്റർ ഏകദേശം ഒരു 15 രൂപ 14 രൂപ വെച്ചിട്ടായിരിക്കും ഒരു ആവറേജ് ഒരു കിലോമീറ്ററിന് കിട്ടുന്ന എമൗണ്ട്. ഈ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം ഇത്രയും കിലോമീറ്റർ കിടന്ന് ഓടിയാലായിരിക്കും നമ്മളിപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ ഞാൻ 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം സമയം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 7:33. ഈ ഒരു സമയമായപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഓടിയ ട്രിപ്പാണ്. ഏകദേശം ഡ്യൂറേഷൻ ഉണ്ട്, 1 മണിക്കൂർ അടുത്ത് ഡ്യൂറേഷൻ ഉണ്ട്, 50 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട്. എന്നിട്ടും നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ
ദിവസം ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. സോ ഇപ്പോൾ സമയം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ കണ്ടാൽ മനസ്സിലാവും 10:11 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി നമ്മളിന്ന് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഏണിങ്സും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഊബർ ഓടിയിട്ടുള്ള നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. 2370 ആണ് നമ്മുടെ ഊബർ ഓടിയിട്ടുള്ള നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് റാപ്പിഡോയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 934. സോ നമുക്ക് രണ്ടും കൂടെ ഏകദേശം നമുക്ക് വന്നിരിക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 3304 രൂപയാണ്. 3304 രൂപയാണ് നമുക്ക് ഇന്നത്തെ ദിവസം. രാവിലെ 5 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ മണി ഏകദേശം 10:15. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ഒരു ദിവസത്തെ ഊബർ ഓടിയാൽ കിട്ടുന്ന പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇന്നലെ രാത്രി ഞാൻ 2 വട്ടം CNG ഫില്ല് ചെയ്തായിരുന്നു. ഇന്നലെ രാത്രി CNG ഫില്ല് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ വൈകുന്നേരം CNG ഫില്ല് ചെയ്തായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 1100 രൂപ ടോട്ടൽ 2 വട്ടം കൂടെ CNGക്കായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയൊന്നുമല്ല, അത് റെൻറ്റ് വണ്ടിയാണ്. നമുക്ക് പെർ ഡേ 1000 ആണ് ഈ വണ്ടിക്ക് റെൻറ്റ് വരുന്നത്. അപ്പോൾ റെൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ മിച്ചം എന്ന് പറയാനായിട്ട് 1200 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഇത്രയും നേരത്തെ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് മിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെൻറ്റ് വണ്ടി ആയതുകൊണ്ടിട്ടാണ് ഇത്രയും ഒരു ഇത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏകദേശം ഒരു 2000 റുപ്പീസൊക്കെ നമുക്ക് പെർ ഡേ നമുക്ക് ഏകദേശം കയ്യിൽ കിട്ടും. ഇതൊരു ആവറേജ് കണക്കാണ്. ഇത് ചിലപ്പോൾ അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് വേണം, എല്ലാ ദിവസവും വേരിയേഷൻ വരാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഫിക്സഡ് ജോബ് അല്ല. കാരണം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ്, നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന റൂട്ട് വ്യത്യാസം ഉണ്ടാവും, എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമുക്ക് ഈ പറയുന്ന ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം രണ്ടാമത് CNG അടിച്ചിട്ട് ടോട്ടൽ നമ്മൾ 247 കിലോമീറ്റർ ടോട്ടൽ നമ്മളിന്ന് ഓടിയിട്ടുണ്ട്. 2 വട്ടം CNG അടിച്ചിട്ട്. ഇതിനകത്തൊരു ഹാഫ് ടാങ്ക് CNG ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ 240-250 കിലോമീറ്റർ അടുത്ത് നമ്മളിപ്പോൾ രാവിലെ അത്രയും നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഊബർ ഓടുന്ന ഡ്രൈവർമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഡ്രൈവർമാർക്കും കഷ്ടപ്പാടുണ്ട്, എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. സോ എന്താ പറയുക, നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റ് വയ്ക്കാതെ മാക്സിമം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോക്കണം. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും, ഞാനായാലും മറ്റുള്ള ഡ്രൈവേഴ്സ് ആയാലും ആരായാലും എല്ലാവരും നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളപ്പോൾ മറ്റുള്ളവരെ ഹെയ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. മറ്റുള്ള ഒരാളെ തകർത്തുകൊണ്ട് നമുക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതാണ് ഒരു ആവറേജ് ഊബർ ഓടുന്ന ഒരാളുടെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ എത്ര മണിക്ക് എണീക്കുന്നു, നമ്മൾ എത്ര മണിക്ക് ഓടുന്നു, നമ്മളെങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ദിവസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാവരും ചെയ്യുക. ഇനിയും പുതിയ കണ്ടൻസ് ആയിട്ട് വരാം. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.